നമസ്കാരം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ തങ്ങളുടെ ഭരണകാലയളവിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളും കേരള വിഷൻ ന്യൂസ് അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥിയായി നമ്മളോടൊപ്പം ഉള്ളത് കോട്ടയം ജില്ലയിലെ മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് ആണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. ഇന്ന് എന്റെ പഞ്ചായത്ത് പോകുന്നത് കോട്ടയം ജില്ലയിലെ മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് ഉണ്ട്. നമസ്കാരം ശ്രീമതി രേഖ. മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് മലയോര മേഖലയാണ്. പഞ്ചായത്തിൽ 21 വാർഡുകളാണ് ഉള്ളത്. കാർഷിക മേഖലയ്ക്ക് പ്രത്യേകം ഊന്നൽ നൽകുന്ന വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടത്തിവരുന്നത്. കാർഷിക രംഗത്ത് എന്താണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്? കാർഷിക മേഖലയിലെ വികസന പ്രവർത്തനത്തെ എങ്ങനെ വിലയിരുത്താനാവും? കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പലവിധത്തിലുള്ള പദ്ധതികൾ കഴിഞ്ഞ 4 വർഷമായി, ഇത് 5ാമത്തെ വർഷമാണ് നടത്തുന്നത്. പ്രത്യേകിച്ച് മുണ്ടക്കയം മേഖലയിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം ഉള്ള പ്രദേശമാണ്. അവിടെ പലവിധത്തിലുള്ള കൃഷികൾ ചെയ്യുന്നുണ്ട്. ആ കൃഷി എന്ന് പറയുന്നത് റബ്ബർ, ഇഞ്ചി, അങ്ങനെയുള്ള പലവിധത്തിലുള്ള കൃഷികൾ നടത്തുന്നതാണ്. നമ്മൾ പ്രത്യേകിച്ച് കുറ്റിക്കുരുമുളക്, അതുപോലെ തന്നെ രാസവളം, ജൈവവളം, പച്ചക്കറി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് പച്ചക്കറി തൈകൾ നൽകുന്നു. അതുപോലെ തന്നെ സ്ഥിരം കൃഷിക്ക് കൂലിച്ചെലവ് എന്നുള്ള ഒരു പദ്ധതി വെച്ചുകൊണ്ട് കടബാധ്യതയിലുള്ള അല്ലെങ്കിൽ ഇപ്പോൾ കൃഷിക്ക് മാർക്കറ്റ് ഇല്ലാതിരുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ വളരെയധികം നഷ്ടം സഹിക്കുന്ന കർഷകർക്ക് ഒരു കൈത്താങ്ങായിട്ട് സ്ഥിരം കൃഷിക്ക് കൂലിച്ചെലവ് എന്നുള്ള പദ്ധതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വിവിധ പദ്ധതികൾ, അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട സർക്കാരിന്റെയും ബഹുമാനപ്പെട്ട MLA-യുടെയും ഫണ്ട് ലഭ്യമാക്കിക്കൊണ്ട് നമുക്ക് പുഞ്ചവേൽ കണ്ണിമല മേഖലയിൽ കാട്ടാന ശല്യം, അതുപോലെ കാട്ടുമൃഗങ്ങളുടെ ശല്യമുള്ളതാണ്. അവിടെ ഫെൻസിങ് നടത്തുകയും കിടങ്ങ് സ്ഥാപിക്കുകയും അതോടൊപ്പം തന്നെ കാട്ടുപന്നികളെ വെടിവെക്കുന്നതിനായിട്ട് ലൈസൻസ് ഉള്ള ആൾക്കാർക്ക് അതിനുള്ള അനുമതി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ കർഷക മാർക്കറ്റ് ഉണ്ട്. ആ കർഷക മാർക്കറ്റ് കഴിഞ്ഞ കോവിഡിനോട് ശേഷം അത് പ്രവർത്തിക്കാത്ത നിലയിലായിരുന്നു. പക്ഷെ ഇപ്പം നമ്മുടെ ഈ ഭരണസമിതി വന്നതിന് ശേഷം കർഷക മാർക്കറ്റ് തുടർന്ന് പ്രവർത്തിക്കുന്നതിനും കർഷകരെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അവർ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പൊതു മാർക്കറ്റ് ഇവിടെ പഞ്ചായത്തിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സ് കേന്ദ്രീകരിച്ചുകൊണ്ട് ചെയ്യുന്നതിനും സാധിച്ചിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ തന്നെ കൃഷി ഓഫീസറുടെ നേതൃത്വത്തിലും നാട്ടിലുള്ള യുവ കർഷകരുടെ നേതൃത്വത്തിലും നടത്തുന്നു. എല്ലാ വർഷവും കർഷകരെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് യുവാക്കളായിട്ടുള്ള കർഷകർ, യുവതികളായിട്ടുള്ളവര്, വിദ്യാർത്ഥികളായിട്ടുള്ളവര് കാർഷിക മേഖലയിൽ, തനത് മേഖലയിൽ, അതായത് ഫലവൃക്ഷ കൃഷി, അതുപോലെ തന്നെ കാർഷിക വിളകൾ, പച്ചക്കറികൾ ഇവ നടുന്ന അല്ലെങ്കിൽ അത് കൃഷി ചെയ്യുന്ന കർഷകരെ ആദരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ കൃഷിയുടെ മേഖലയില് കർഷകർക്ക് താങ്ങായിട്ടും തണലായിട്ടും ഉള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് പഞ്ചായത്ത് എപ്പോഴും അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കാർഷിക മേഖലയിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് വിദ്യാഭ്യാസ രംഗത്തും മികച്ച പ്രവർത്തനങ്ങൾ തന്നെയാണ് പഞ്ചായത്ത് നടത്തി വരുന്നത്. പ്രഭാത ഭക്ഷണമടക്കം നടപ്പിലാക്കുന്ന പദ്ധതി അടക്കം സ്കൂളുകളിൽ നടപ്പിലാക്കുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് അല്ലേ? ഉണ്ട്. നമുക്ക് പഞ്ചായത്തിന് വെട്ടുകിട്ടിയ 3 LP സ്കൂളുകളുണ്ട്. 3 LP സ്കൂളിന്റെയും കെട്ടിടം ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഫണ്ട് വകയിരുത്തുകയും കെട്ടിടം നല്ല മനോഹരമാക്കുകയും അവിടെ ഉള്ള കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് രാവിലെ സർക്കാരിന്റെ ഉച്ചഭക്ഷണം ഉള്ളതിനോടൊപ്പം തന്നെ രാവിലെ പ്രഭാത ഭക്ഷണം എന്നുള്ള ഒരു പദ്ധതി പഞ്ചായത്ത് വെക്കുകയും അത് വിവിധ തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള പലഹാരങ്ങൾ രാവിലെ നേരം എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനമാണ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ST ഊരുകൂട്ടങ്ങളിലുള്ള കുട്ടികൾക്ക് സ്കൂളിൽ വരുന്നതിനും അവരെ തിരിച്ചുകൊണ്ട് എത്തിക്കുന്നതിനും ഗോത്രസാരഥി പദ്ധതി നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ഓരോ വർഷവും പ്രോജക്റ്റ് വെക്കുമ്പോൾ വിദ്യാഭ്യാസത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. BRCക്ക് വേണ്ടിയിട്ട് ഓരോ വർഷവും ലഭ്യമായിട്ടുള്ളതിൽ കൂടുതൽ ഫണ്ട് ഇപ്രാവശ്യം 10 ലക്ഷം രൂപയാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ അതോടൊപ്പം തന്നെ സ്കൂളുകളിലേക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കായിക സാമഗ്രികൾ നടത്തുന്നു. അതുപോലെ തന്നെ കേരളോത്സവം പോലുള്ള പരിപാടികൾ വെക്കുമ്പോൾ യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നു. തന്നെയുമല്ല നമ്മുടെ പഠനമുറി, പഠനോപകരണം, ലാപ്ടോപ്പ്, സ്കോളർഷിപ്പ് അങ്ങനെയുള്ള പദ്ധതികൾ
കുട്ടികൾക്ക് കൊടുക്കുകയും അവരുടെ വീടുകളിലെ സാഹചര്യം പഠനവുമായി മികവ് പുലർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ 3 സ്കൂളുകളിലുമുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിനോടൊപ്പം തന്നെ ശുചിത്വവുമായി ബന്ധപ്പെട്ട എയ്ഡഡ് സ്കൂളുകളിലും സോപ്പ് പിറ്റ്, അതുപോലെ തന്നെ ടോയ്ലറ്റ് ഇത് കൊടുക്കുന്നതിനും പഞ്ചായത്ത് ഭരണസമിതി ഫണ്ട് വകയിരുത്തുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ തന്നെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ വായനാ ദിനത്തോടനുബന്ധിച്ച് നമുക്കിവിടെ പഞ്ചായത്തിൻ്റെ ഒരു ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ വിവിധ സ്കൂളുകളിൽ ക്വിസ് മത്സരങ്ങൾ നടത്തുകയും അവരെ വായനയിൽ പങ്കെടുപ്പിക്കുന്നതിനും അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നതിനും പഞ്ചായത്ത് ഭരണസമിതി വളരെ കരുതലോടുകൂടി തന്നെ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ സ്കൂളുകളിലേക്കും വ്യാപിക്കുന്ന എല്ലാ മാസവും സ്കൂളിൽ ഭരണസമിതിയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ പോവുകയും അവരുടെ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നല്ല രീതിയിലുള്ള ഒരു കോർഡിനേഷൻ നടത്തുന്നതിന് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ടൂറിസത്തിന് അനന്ത സാധ്യതയുള്ള ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണ് മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത്. കൊട്ടവഞ്ചി പദ്ധതി അടക്കം നടപ്പിലാക്കുന്നുണ്ട്. എങ്ങനെയാണ് ടൂറിസം സാധ്യതകളൊക്കെ ഗ്രാമപഞ്ചായത്ത് പ്രയോജനപ്പെടുത്തുന്നത്? മുണ്ടക്കയം ഒരു മലയോര മേഖലയാണ്. അവിടെ നമുക്ക് പ്രധാനമായിട്ടുമുള്ള ഒരു ജലസ്രോതസ് എന്ന് പറയുന്നത് മണിമലയാറാണ്. ഇപ്പൊ ടൗണിനോട് ചേർന്ന് നമ്മുടെ ഇടുക്കി ജില്ലയും കോട്ടയം ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന നദി എന്ന് പറയുന്നത് മണിമലയാറാണ്. അപ്പൊ മണിമലയാർ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ ഒരു ബൈപ്പാസിനോട് ചേർന്ന് നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്. അവിടെ കൊട്ടവഞ്ചി എന്നുള്ള ഒരു പ്രോജക്റ്റ് ഈ വർഷം ഇട്ടിട്ടുണ്ട്. ഇതിനു മുൻപ് നമുക്ക് പ്രളയവുമായി ബന്ധപ്പെട്ട് വളരെയധികം തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ആ ചെക്ക് ഡാം ഉണ്ട് അവിടെ, അവിടുത്തെ മണൽ മാറ്റുന്നതിനുള്ള ഇപ്പൊ അനുവാദം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ആൾക്കാർക്ക് വന്ന് നിൽക്കുന്നതിനും കാഴ്ചകൾ കാണുന്നതിനും വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ്. കൊട്ടവഞ്ചി എന്നുള്ള പ്രോജക്റ്റ് വെച്ച് അതിന്റെ സാങ്കേതികപരമായിട്ടുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അവിടെ ആ ബൈപ്പാസിനോട് ചേർന്ന് കൊട്ടവഞ്ചി ഭാവിയിൽ വരുമ്പോൾ അവിടെ 2 ടേക്ക് എ ബ്രേക്കുകളുണ്ട്. അവിടെ ആൾക്കാർക്ക് ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നതിനും അതോടൊപ്പം തന്നെ അത് കേന്ദ്രീകരിച്ചുകൊണ്ട് ബൈപ്പാസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ചെറിയ 2 ഉദ്യാനങ്ങൾ ആൾക്കാർക്ക് ഇരിക്കുന്നതിനും ഒക്കെ ഉള്ള പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ സ്ഥലങ്ങളിലും ഉള്ള പ്രധാന ഇടങ്ങളിൽ ഓരോ വാർഡുകളിലും പ്രത്യേകമായിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെ പൊതു ഇടങ്ങള് മാലിന്യമാണെങ്കിൽ അത് വൃത്തിയാക്കിക്കൊണ്ട് പൂന്തോട്ടം നിർമ്മിച്ച് അവിടെ ആൾക്കാർക്ക് ഇരിക്കുന്നതിനും ഒക്കെ ഉള്ള ഒരു സൗകര്യം ഒരുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മഴക്കാലമാണ്. വെള്ളം കയറുന്ന മണ്ണിടിച്ച് സാധ്യതയുള്ള പ്രദേശങ്ങളൊക്കെ ഗ്രാമപഞ്ചായത്തിലുണ്ടോ? ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഏകോപിപ്പിച്ച് നടപ്പിലാക്കുന്നത്? മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മഴക്കാലപൂർവ്വ ശുചീകരണത്തോടനുബന്ധിച്ച് സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം എന്ന പദ്ധതി ഏറ്റവും പ്രാധാന്യത്തോടു കൂടി, കാരണം മുണ്ടക്കയം എന്ന് പറയുന്ന പ്രദേശം വളരെയധികം ഗ്രാമ മേഖലയാണ്, കാർഷിക മേഖലയാണ് എന്ന് പറഞ്ഞതിനോടൊപ്പം തന്നെ നമ്മുടെ അവിടെ നല്ല രീതിയിലുള്ള ഒരു മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നാടും നമ്മുടെ പ്രദേശങ്ങളും വൃത്തിയായി കിടക്കുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ പഞ്ചായത്തിന് 43 ഹരിതകർമ്മസേന അംഗങ്ങളുണ്ട്. ഓരോ വാർഡിലും 2 ഹരിതകർമ്മസേന അംഗങ്ങളാണ്. ഓരോ വാർഡിലും 2 മിനി MCFകൾ വെച്ചിട്ടുണ്ട്. അവർ കൃത്യമായിട്ടും വീടുകൾ കയറി ഇറങ്ങി ജൈവ അജൈവ മാലിന്യങ്ങൾ മാസത്തിൽ ഒരിക്കൽ അജൈവ മാലിന്യങ്ങൾ അത് കലണ്ടർ കൊടുത്തിട്ടുണ്ട്. ആ കലണ്ടറിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി തന്നെ ഹരിതകർമ്മസേനയുടെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. ആദ്യമൊക്കെ ആൾക്കാർക്ക് ഒരു വിയോജിപ്പായിരുന്നു. പക്ഷെ പിന്നീട് അതിന്റെ പ്രാധാന്യം ബോധവൽക്കരണ പരിപാടികളും സ്കൂൾ തലം മുതൽ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും കുടുംബശ്രീ വഴി വ്യാപകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഇപ്പം എല്ലാ ആൾക്കാരും സഹകരിക്കുന്നുണ്ട്. നമ്മൾ ഓരോ വാർഡിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക് മാലിന്യം അവിടുത്തെ മിനി MCFൽ വെക്കുകയും ആ MCFൽ നിന്ന് അതാത് മാസം പഞ്ചായത്തിന് പുതിയ ഒരു MCF പണിതിട്ടുണ്ട്. അപ്പം ഇപ്പൊ താൽക്കാലികമായിട്ട് ബൈപ്പാസിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മുകൾ നിലയാണ് ഉപയോഗിക്കുന്നത്. അവിടേക്ക് കൊണ്ടുവരികയും മാസത്തിൽ ഒരിക്കൽ അത് ജൈവ അജൈവ മാലിന്യങ്ങൾ CKCക്ക് കൈമാറുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ വീട്ടിലും നമ്മൾ ജീബിൻ എന്നുള്ള പ്രോജക്റ്റ് വെക്കുക. ജീബിനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നതിനും കൃത്യമായ രീതിയിലുള്ള മാലിന്യ സംസ്കരണം നമ്മുടെ
മാലിന്യം നമ്മുടെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കണം എന്നുള്ള രീതിയിൽ വരുമ്പോൾ അപ്പൊ ആ രീതിയിലേക്ക് ജനങ്ങളുടെ ഒരു അറിവ് കൃത്യമായി ക്രോഡീകരിക്കുന്നതിനും അത് പഞ്ചായത്ത് വയ്ക്കുന്ന പ്രോജക്റ്റിൽ ജീബിന് അടക്കം NREG ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ വീട്ടിലും സോപ്പ് പിറ്റ് അതുപോലെ തന്നെ വേസ്റ്റ് ബിന്ന് ഇതെല്ലാം സ്ഥാപിക്കുന്നതിനും പഞ്ചായത്തിന് സാധിക്കുന്നുണ്ട്. ഓരോ വാർഡിലും ആശാവർക്കർമാർ 23 ആശാവർക്കർമാരുണ്ട്. അവര് സോഴ്സ് റിഡക്ഷനുമായി ബന്ധപ്പെട്ട് എല്ലാ വീടുകൾ കയറി ഇറങ്ങിയും നല്ല രീതിയിൽ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ JHA JPHN ഒക്കെ ക്രോഡീകരിച്ചുകൊണ്ട് ഓരോ മാസവും അവലോകന യോഗം പഞ്ചായത്തിൽ വെച്ച് നടത്തുകയും അവർ കൃത്യമായി ഓരോ വാർഡുകളിലും ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് അറിയുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്, മുണ്ടക്കയം പഞ്ചായത്തിന്റെ പുഞ്ചോയിൽ മേഖലയിലാണ് ഈ മഞ്ഞപ്പിത്തം എന്നുള്ള പകർച്ചവ്യാധി ഉണ്ടായത്. അവിടെ കൃത്യമായിട്ടും ആശാവർക്കർമാരെയും മെഡിക്കൽ ടീമിനെയും നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ നല്ല രീതിയിലുള്ള സോഴ്സ് റിഡക്ഷൻ നടത്തുകയും ക്ലോറിനേഷൻ നടത്തുകയും ഓടകൾ ശുദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മാലിന്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് പൊതുവായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ 2 വലിയ പ്രോജക്റ്റുകളാണ് വെച്ചിട്ടുള്ളത്. ഒന്ന് മണിമല ആറ്റിലേക്ക് ഈ ഓടകളിൽ നിന്ന് ഒഴുകുന്ന അശുദ്ധ ജലം അത് ശുദ്ധീകരിച്ച് ഉപയോഗിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാൻഡിനകത്തുള്ള കംഫർട്ട് സ്റ്റേഷനിൽ ഉള്ള മാലിന്യം അത് ട്രീറ്റ് ചെയ്ത് അവിടെ തന്നെ ഉപയോഗിക്കുന്ന രീതിയിലുമുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനായിട്ട് KRWSC എന്ന ഏജൻസി, വാട്ടർ അതോറിറ്റിയുടെ ഏജൻസിയുമായിട്ട് പഞ്ചായത്ത് കരാറിൽ ഏർപ്പെടുകയും ഈ 2 പ്രോജക്റ്റുകളിലും പഞ്ചായത്തിന്റെ കൃത്യമായിട്ടുള്ള മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ അത് നടത്തുമ്പോൾ അതിനായിട്ടുള്ള പ്രോജക്റ്റ് 1,40,00,000 രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. അപ്പോൾ അത് തീർച്ചയായും പഞ്ചായത്തിന്റെ പൊതുവായിട്ടുള്ള മാലിന്യ സംസ്കരണ വിഷയങ്ങൾ പരിഹാരം കണ്ടെത്തുന്നതാണ്. അതിന്റെ പ്രവർത്തനങ്ങൾ KRWSയുമായിട്ട് പഞ്ചായത്ത് കരാറിൽ ഏർപ്പെടുകയും എഗ്രിമെന്റ് വെക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ പേപ്പർ ഭാഗങ്ങളിലെല്ലാം പൂർത്തീകരിച്ചു. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടുത്ത മാസം തന്നെ തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ മാലിന്യവുമായി ബന്ധപ്പെട്ട് എല്ലാ വീടുകളിലും എല്ലാ കുടുംബങ്ങളിലും പൊതുജനങ്ങളുടെ നല്ലൊരു സഹായ സഹകരണത്തോടു കൂടി തന്നെ നമുക്കിവിടെ ഒരു RRT ടീമുണ്ട്. അതോടൊപ്പം നമുക്ക് ഇപ്പോൾ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായിട്ട് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് തന്നെ ബോധവൽക്കരണ പരിപാടികൾ കുട്ടികളുടെ ബോധവാന്മാരാക്കി അവർക്ക് വേണ്ടിയിട്ടുള്ള സെമിനാറുകൾ വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്താണ്, അതുപോലെ തന്നെ വലിച്ചെറിയൽ മുക്ത പഞ്ചായത്താണ്, കുട്ടികളെ ഉൾപ്പെടുത്തി ഹരിതസഭയടക്കം സംഘടിപ്പിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. വയോജനങ്ങൾക്ക് ഭിന്നശേഷിക്കാർക്കടക്കം നിരവധി വികസന പ്രവർത്തനങ്ങളാണ് മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. മിണ്ടാനും പറയാനും ഒരിടം എന്ന പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. വയോജന സൗഹൃദ പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആശയങ്ങളിലേക്കൊക്കെ ഗ്രാമപഞ്ചായത്ത് എത്തിച്ചേരുന്നത്? മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിൽ വയോജനങ്ങളും ഭിന്നശേഷിക്കാരും അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക പരിഗണനയാണ് നൽകുന്നത്. സമൂഹത്തിൽ നിന്ന് ഒരുപാട് അകന്നു കഴിയുന്ന അല്ലെങ്കിൽ പുറം ലോകവുമായി ബന്ധമില്ലാതെ വീടുകളിൽ ഒതുങ്ങിക്കൂടുന്ന ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുണ്ട്. അതോടൊപ്പം തന്നെ വാർദ്ധക്യമായ കാലഘട്ടത്തിൽ അവരവരുടെ ആയുസിന്റെ പരമാവധി വീടിനും മക്കൾക്കും വേണ്ടിയിട്ട് ചെലവഴിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുകയും ചെയ്ത വയോജനങ്ങളായിട്ടുള്ള അമ്മമാരും അച്ഛന്മാരുമുള്ള വീടുകൾ ഇന്ന് അവരെ ഒരു ബാധ്യതയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ള സർക്കാരിന്റെ ലക്ഷ്യത്തോട് ചേർന്നുകൊണ്ട് തന്നെ മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തും വിവിധ പദ്ധതികളാണ് നടത്തുന്നത്. മാനസികമായിട്ട് അവർക്കൊരു സന്തോഷം പകരുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം. അവരെ കൈപിടിച്ചു കൊണ്ടുവരിക. അതിനായിട്ട് ആദ്യം അവരുടെ വിഷയങ്ങൾ അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായി തന്നെ ഭിന്നശേഷി ഗ്രാമസഭയും വയോജന ഗ്രാമസഭയും നടത്തുന്നുണ്ട്. ആ ഗ്രാമസഭകളിൽ നിന്ന് അവർ പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണോ, അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണോ, അവരുടെ ആവശ്യങ്ങൾ എന്താണോ, അത് നമുക്ക് സർക്കാർ ലഭ്യമാകുന്ന ഫണ്ടിൽ നിന്നുകൊണ്ട് തന്നെ അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള സുമനസ്സുകളായിട്ടുള്ള ആൾക്കാരുമായി ആലോചിച്ചുകൊണ്ട് വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കന്മാരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ എല്ലാ ആശയത്തോടൊപ്പം തന്നെ മുന്നോട്ട് പല പദ്ധതികളും വെച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം പെൻഷൻ കൃത്യമായി തന്നെ വാർഡ് മെമ്പർമാരെ ഇടപെട്ട് പെൻഷൻ 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാരെ കൊണ്ട് പെൻഷൻ അപേക്ഷ കൊടുപ്പിക്കുക. അവർക്ക് എന്തെങ്കിലും മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളോ സ്കൂൾ സർട്ടിഫിക്കറ്റുകളോ കിട്ടാൻ താമസമുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടും മെമ്പർമാർ ഇടപെട്ട് അത് വാങ്ങി കൊടുക്കുകയും അതോടൊപ്പം തന്നെ പരമാവധി ഈ പെൻഷൻ അവരുടെ വീടുകളിൽ എത്തിക്കുന്നതിനും വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അവരെ പറഞ്ഞ് അവരുടെ വീടുകളിലേക്ക് പെൻഷൻ എത്തിക്കുവാനായിട്ട് ബാങ്കുകളുമായി സംസാരിക്കുന്നു. അതോടൊപ്പം തന്നെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഞങ്ങൾ
വയോജനങ്ങൾക്ക് ഒരു ഉല്ലാസയാത്ര നടത്തിയിരുന്നു, ഉല്ലാസപ്പറവുകൾ എന്ന് പറഞ്ഞ്. അപ്പൊ അത് വളരെയധികം സന്തോഷം അവർക്ക് നൽകി. സാധാരണ വീട്ടിൽ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഒന്നിച്ച് യാത്ര പോവും. അപ്പോൾ ആ വീട്ടിൽ കാവൽക്കാരായിട്ടാണ് മാതാപിതാക്കളെ അവർ കാണുന്നത്. പല അമ്മമാരും പല അച്ഛന്മാരും വരുമ്പോൾ ഇവരോടൊന്ന് നല്ല രീതിയിലൊന്ന് സംസാരിക്കുക പോലും ഇല്ലാത്ത ആ മാതാപിതാക്കളെ കൂട്ടിക്കണ്ട് പഞ്ചായത്ത് ഒരു യാത്ര നടത്തുകയും അവരെ കടലും കായലും എല്ലാം കാണിച്ച് അവരെ ഒന്നിച്ച് സംസാരിച്ച് ആടുകയും പാടുകയും ചെയ്ത് ആ ഒരു പ്രോജക്റ്റ് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകി. ഏറ്റവും എടുത്തു പറയേണ്ടത് പഞ്ചായത്തിൽ എല്ലാവർക്കും പട്ടയ വിതരണം എന്നൊരു പദ്ധതിയാണ്. സ്പെഷ്യൽ തഹസിൽദാരെ നിർമ്മിച്ച് എല്ലാവർക്കും പട്ടയം വിതരണം ചെയ്യുന്ന ഒരു പദ്ധതി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നുണ്ട്. നമസ്കാരം. മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിന്റെ ചില വാർഡുകൾ ഹിൽമൻ സെറ്റിൽമെന്റ് ഏരിയയാണ്. അവിടെയുള്ള ആൾക്കാർക്ക് നിലവിൽ പട്ടയമില്ലാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സർക്കാരിൽ വകുപ്പ് മന്ത്രിക്ക് ഞങ്ങൾ പരാതി കൊടുക്കുകയും അപേക്ഷകൾ കൊടുക്കുകയും ബഹുമാനപ്പെട്ട MLA-യുടെ ഇടപെടലിൽ മന്ത്രി തന്നെ നേരിട്ട് ഇവിടെ എത്തി ഈ കർഷകരെ എല്ലാം അല്ലെങ്കിൽ കുടുംബക്കാരെ എല്ലാ ആൾക്കാരെയും നേരിട്ട് കണ്ട് അവരുടെ ഒരു യോഗം വിളിച്ച് പട്ടയമില്ലാത്ത എല്ലാവർക്കും പട്ടയം കൊടുക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ ഒരു സ്പെഷ്യൽ തഹസിൽദാർ ഓഫീസ് മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ സ്ഥാപിക്കുക. അവിടെ 13 ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ട് പട്ടയത്തിന്റെ നടപടികൾ മുന്നോട്ട് പോവുകയാണ്. എല്ലാ സ്ഥലങ്ങളും അളന്ന് തിട്ടപ്പെടുത്തി അതിന്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം നടന്നു വരുന്നു. അധികം താമസിക്കാതെ തന്നെ എല്ലാവർക്കും സ്വന്തം കിടപ്പാടം, സ്വന്തം ഡിജിറ്റൽ രേഖ എന്നുള്ള ആ രീതിയിലേക്ക് പോവുകയാണ്. അതിന്റെ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുന്നു. ഇതിനു മുൻപ് വയോജനങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ വയോജനങ്ങൾക്കായിട്ട് ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയിട്ടും ബഹു പദ്ധതികളാണ് വെച്ചിട്ടുള്ളത്. വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഹിയറിംഗ് എയ്ഡ് ഉപകരണങ്ങൾ, അതോടൊപ്പം തന്നെ വയോജനങ്ങൾക്ക് കട്ടില് എന്നുള്ള പദ്ധതി, വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് വിവിധ പദ്ധതികൾ വെക്കുമ്പോൾ അതിൽ ഭിന്നമായിട്ടുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു പദ്ധതിയാണ് ഇപ്രാവശ്യം വെച്ചിട്ടുള്ളത്. വയോജനങ്ങൾക്ക് മിണ്ടാനും പറയാനും ഒരിടം എന്ന പ്രോജക്റ്റ് വെക്കുകയും എല്ലാ അംഗൻവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വയോജന ക്ലബ്ബ് രൂപീകരിച്ചുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കൽ ഇവർക്ക് എല്ലാവർക്കും ഒന്നിച്ചു കൂടുന്നതിനും അവർക്ക് ചെറിയ ക്യാരംസ് അതുപോലെ തന്നെ ഉള്ള ചെറിയ കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നതിനുമായിട്ടുള്ള ഒരു പദ്ധതി ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ കലാമേളകൾ നടത്തുന്നു. വർണ്ണക്കാഴ്ചകൾ എന്ന് പറഞ്ഞ കലാമേള നടത്തിയിട്ടുണ്ട്. ഈ പ്രാവശ്യവും ആ പ്രോജക്റ്റ് തന്നെ വെച്ചിട്ടുണ്ട്. ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കോളർഷിപ്പ് ഉണ്ട്, അവർക്ക് വേണ്ടിയിട്ട് മെഡിക്കൽ ക്യാമ്പ്, അവർക്ക് വേണ്ടിയിട്ട് ഉള്ള ഈ സ്കോളർഷിപ്പും ഉപകരണങ്ങളും അത് വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ്. കിടപ്പ് രോഗികളായിട്ടുള്ളവരുണ്ട്, അവരെ നമ്മുടെ പാലിയേറ്റീവിന്റെ ടീമിനെ വെച്ചുകൊണ്ട് അവരുടെ വീടുകളിൽ എത്തിക്കുന്നുണ്ട്. പാലിയേറ്റീവിന് ഇപ്പൊ കിടപ്പ് രോഗികളായിട്ട് 160 പേരാണുള്ളത്. ആ 160 പേരെയും വീടുകളിലെത്തി അവർക്ക് വേണ്ടിയിട്ടുള്ള ഡയപ്പറുകൾ, വോക്കിംഗ് സ്റ്റിക്ക്, വോക്കർ, അതുപോലെ തന്നെ വാട്ടർ ബെഡ്, എയർ ബെഡ്, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അവരുടെ വീടുകളിൽ എത്തിക്കുകയും ഭിന്നശേഷികളായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഇങ്ങനെയുള്ള പദ്ധതികൾ ഉപയോഗപ്രദമായ രീതിയിൽ അവർക്ക് സ്കൂളിൽ BRCക്ക് പ്രാവശ്യം നമ്മൾ ഫണ്ട് കൊടുക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ കിടപ്പ് രോഗികളായിട്ടുള്ള കുട്ടികൾക്ക്, പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ പ്രാധാന്യം അല്ലെങ്കിൽ അവരെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ്. അതുകൊണ്ട് BRCക്ക് കൂടുതൽ ഫണ്ട് നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഭിന്നശേഷിക്കാരെയും വയോജനങ്ങളെയും ചേർത്ത് പിടിക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാവർക്കും സ്വന്തമായിട്ട് കിടപ്പാടം വേണമെന്നുള്ള ആശയത്തോട് കൂടി തന്നെ ലൈഫിന്റെ ഭവന പദ്ധതികളും, ലൈഫ് പദ്ധതിയിൽ ഇപ്പം 300ഓളം പേർക്ക് വീട് കൊടുത്തു, 60ഓളം പേർക്ക് വീടും സ്ഥലവും കൊടുത്തു. അതിൽ അല്ലാതെ തന്നെ SC/ST ഡിപ്പാർട്ട്മെന്റുകളിലൂടെ വീടും സ്ഥലവും കൊടുത്തവരുണ്ട്. അപ്പൊ എല്ലാവർക്കും സമ്പൂർണ്ണ വീട് എന്നുള്ള ഒരാശയം മുൻനിർത്തിയുള്ള സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതി കൃത്യമായ രീതിയിൽ തന്നെ മുൻഗണനാ ക്രമം അനുസരിച്ച് അർഹരായവരെ കണ്ടെത്തി നടപ്പിൽ വരുത്താൻ ഇന്നുവരെ യാതൊരു വിധത്തിലുള്ള ആരോപണങ്ങളും ഇട കൊടുക്കാതെ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ലൈഫ് ഭവന പദ്ധതിയും അതോടൊപ്പം തന്നെ നമ്മുടെ പൊതുവായിട്ടുള്ള കുടിവെള്ള പദ്ധതി, കുടിവെള്ളം എന്ന് പറയുമ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിൽ പൊതുവായിട്ടുള്ളൊരു സ്രോതസ് നമുക്ക് മണിമലയാറാണ്. ഇതിനു മുൻപ് മറ്റുള്ള പഞ്ചായത്തുകളിൽ ജലനിധി പദ്ധതി ഉണ്ടായിരുന്നു, പക്ഷേ മുണ്ടക്കയത്ത് ജലനിധി ഇല്ലാതിരുന്നു. ചില വാർഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില സൊസൈറ്റികൾ രൂപീകരിച്ചുള്ള 5-6 കുടിവെള്ള പദ്ധതിയാണ് ഉണ്ടായിരുന്നത്.
സംസ്ഥാന സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ടുള്ള ജൽജീവൻ മിഷന്റെ 278 കോടിയാണ് മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിന് അനുവദിച്ചിട്ടുള്ളത്. അപ്പൊ അത് വെച്ച് നമുക്ക് സാറ്റലൈറ്റ് സർവേയുടെ അടിസ്ഥാനത്തിൽ 9 ടാങ്കികളാണ്. ആ 9 ടാങ്കികൾക്കുള്ള സ്ഥലം പഞ്ചായത്ത് വില കൊടുത്ത് വാങ്ങുകയും അതിൽ 2 സ്ഥലം മാത്രമാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ബാക്കി സ്ഥലം നമ്മൾ വില കൊടുത്ത് വാങ്ങുകയും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എൻ്റെ വാർഡിലടക്കമുണ്ട് 2 ടാങ്കികൾ. അതിന്റെ നിർമ്മാണ പ്രവർത്തനം കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പഞ്ചായത്തിലുള്ള 19,000-ലധികം കുടുംബങ്ങളുണ്ട്. അത് എല്ലാ കുടുംബങ്ങളിലും ശുദ്ധജലം എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ 17-ാം വാർഡിലുള്ള മൂരിക്കയത്ത് ചെക്ക് ഡാം കെട്ടി അവിടെ ഹാരിസൺ എസ്റ്റേറ്റ് ആണ് നമുക്ക് 63 സെന്റ് സ്ഥലം ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട് ട്രീറ്റ്മെന്റ് പ്ലാന്റിന് വേണ്ടിയിട്ട്. അപ്പൊ അവിടെ ആ ട്രീറ്റ്മെന്റ് പ്ലാന്റ് രൂപീകരിച്ചുകൊണ്ട് എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ ഗ്രാമീണ റോഡുകളിലുള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ ഒരു 90% കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി പ്രവർത്തനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കും. അപ്പൊ കുടിവെള്ളം എത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അത് എല്ലാ വീടുകളിലും എത്തും. അതിന്റെ പ്രവർത്തനങ്ങൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്ത് പൊതുവായിട്ട് നേരിടുന്ന പല വിഷയങ്ങളിലും സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ, മാലിന്യമായാലും കുടിവെള്ളമാണെന്ന് പറഞ്ഞാൽ അത് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നതിന് പഞ്ചായത്തിന് പദ്ധതികൾ വയ്ക്കുമ്പോൾ നമ്മൾ സാധാരണക്കാരായിട്ട്, അതായത് സ്ത്രീ ശാക്തീകരണത്തിന് മുൻതൂക്കം കൊടുക്കുന്നുണ്ട്. കുടുംബശ്രീ കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിൽ ഒരു ജോബ് സെന്റർ തുടങ്ങിയിട്ടുണ്ട്. അവിടെ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുമുള്ള അവർക്കൊരു തൊഴിൽ കണ്ടെത്തുന്നതിന് അതിനു വേണ്ടിയിട്ട് തൊഴിൽ മേളകൾ വയ്ക്കുന്നു. വിവിധ ബാങ്കുകളെ ക്രോഡീകരിച്ചുകൊണ്ട് പഞ്ചായത്തിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ തൊഴിൽ മേളകൾ നടത്തുകയും അതിലൂടെ ആൾക്കാരെ കണ്ടെത്തുകയും അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു വ്യവസായത്തിന്റെ ഒരു ഫെസിലിറ്റേറ്ററെ ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പം ഗ്രാമങ്ങളിലും യുവതീ-യുവാക്കളെ കണ്ടെത്തി അവർക്ക് പരിശീലനം കൊടുത്തുകൊണ്ട് തന്നെ ഒരു വ്യവസായ സംരംഭം നടത്തുന്നതിന് വിവിധ ബാങ്കുകളിൽ നമ്മൾ അവരുടെ സഹായം തേടി അവർക്ക് വേണ്ടിയിട്ടുള്ള ലോണ് സാധ്യമാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം വ്യവസായ ഇന്റേണിന്റെ ഒരു ഹെൽപ്പ് നമുക്കുണ്ട്. ആ വ്യവസായ ഇന്റേൺ വഴി ഇവിടെ വിവിധങ്ങളായിട്ടുള്ള യുവതീ-യുവാക്കളുടെ പേര് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുടുംബശ്രീ കേന്ദ്രീകരിച്ച് വ്യക്തികളായിട്ടും ചെറു ഗ്രൂപ്പുകളായിട്ടും അവർക്ക് ചെറുകിട സംരംഭങ്ങൾ നടത്തുന്നതിന് വായ്പകൾ കൊടുക്കുകയും ഇന്നിപ്പം 2 ടേക്ക് എ ബ്രേക്കുകൾ, നമുക്ക് 2 ടേക്ക് എ ബ്രേക്കുകളാണുള്ളത്. ആ 2 കുടുംബശ്രീ 5 വീതമുള്ള ഗ്രൂപ്പുകൾക്കാണ് കൊടുത്തിട്ടുള്ളത്. അവരവിടെ നല്ല രീതിയിലാണ് അതിന്റെ പ്രവർത്തനം കൊണ്ടുപോകുന്നത്. നമുക്ക് വിട്ടുകിട്ടിയിട്ടുള്ള സബ് സെന്ററുകളുണ്ട്. നമുക്ക് 4 സബ് സെന്റർ ഉണ്ട്. ആ 4 സബ് സെന്ററിലും ഒരു സെന്ററിനാണ് കെട്ടിടമില്ലാത്തത്. അതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് സ്ഥലം വാങ്ങിയുണ്ടായി. അതിന്റെ നടപടികൾ മുന്നോട്ട് പോകുന്ന കെട്ടിടത്തിന് വേണ്ടിയിട്ട് 50 ലക്ഷം വിവിധ മേഖലയിൽ നിരവധി മാതൃകാപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്ന ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളായ പാർപ്പിടം, കുടിവെള്ളം പദ്ധതി അടക്കം മികച്ച രീതിയിൽ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഇനിയുള്ള ഭാവി വികസന പദ്ധതികൾ എന്തൊക്കെയാണ്? നമുക്ക് ഇവിടെ പൊതുവായിട്ട് നമുക്കൊരു കളിസ്ഥലം, അതായത് സ്പോർട്സ് കൗൺസിലിന്റെയും MLA ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ അനുവദിച്ചുകൊണ്ട് പുത്തൻ ചന്തയിലുള്ള പഞ്ചായത്തിന്റെ സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് 1 കോടി രൂപ അനുവദിച്ചുകൊണ്ട് മഹാനായ നടൻ തിലകൻ നാമകരണം ചെയ്തുകൊണ്ട് തന്നെ തിലകൻ സാംസ്കാരിക നിലയം പണി പൂർത്തീകരിച്ചു വരുന്നു. അതോടൊപ്പം നമുക്ക് പൊതുവായിട്ടുള്ള കഴിഞ്ഞ പ്രളയത്തില് മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിന്റെ 21 വാർഡുകളിലും പ്രളയം ബാധിച്ച പ്രദേശങ്ങളാണ്. അവിടെയുള്ള ഗ്രാമീണ റോഡുകളെല്ലാം തന്നെ പഞ്ചായത്തിൽ കഴിഞ്ഞ 4 വർഷം കൊണ്ട് പൂർണ്ണമായും അത് ഗ്രാമീണ റോഡുകൾ പുനരുദ്ധാരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭരണസമിതി വന്നതിന് ശേഷമാണ് പുതിയ റോഡുകൾ ആൾക്കാരുടെ സഹകരണത്തോടു കൂടി തന്നെ പുതിയ റോഡുകൾ നിർമ്മിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വള്ളക്കടവ് പാലം കഴിഞ്ഞ പ്രളയത്തിൽ എൻ്റെ വാർഡിലാണ് വള്ളക്കടവ് പാലം ഉള്ളത്. അതിന് 1,40 ലക്ഷം രൂപ ബഹുമാനപ്പെട്ട MLA അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ അത് നല്ല രീതിയിൽ അതിന്റെ പ്രവർത്തനം തുടങ്ങണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നമുക്കൊരു സാമ്പത്തികത്തിന്റെ ഒരു അല്ലെങ്കിൽ അതിന്റെ സാങ്കേതികപരമായിട്ടുള്ള ആദ്യം അത് പ്രോജക്റ്റ് വെച്ചത് വള്ളക്കടവ് പാലം പുനർനിർമ്മാണം എന്നായിരുന്നു. അപ്പൊ തുകയും ആയിട്ട് അതിന്റെ എസ്റ്റിമേറ്റ് എടുത്ത് വന്ന ഒരു സാങ്കേതിക തടസ്സം കൊണ്ടാണ് അത് ഇത്രയും നാൾ നീണ്ടുപോയത്. അപ്പൊ അതിന് ബഹുമാനപ്പെട്ട MLAയുടെ നല്ലൊരു ഇടപെടൽ സർക്കാരിന്റെ ഫണ്ട് ലഭ്യമാക്കിക്കൊണ്ട് അതിന്റെ AS മറ്റുള്ള കാര്യങ്ങളും മുന്നോട്ട് വരുന്നുണ്ട്. ഭാവിയിൽ നമ്മുടെ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട്
ഉള്ള പ്രവർത്തനങ്ങൾ. ഇനി നമുക്കുള്ളത് ഈ മാലിന്യവുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ പ്രവർത്തന പൂർത്തീകരണമാണ്. അതിന് KRW എന്നുള്ള ഏജൻസിയുടെ ഒരു പ്രവർത്തനം അത് ത്വരിതഗതിയിലാക്കുവാനായിട്ടുള്ള നടപടികളുണ്ട്. എങ്കിൽ മാത്രം അതാണ് നമ്മുടെ ഈ മാലിന്യവുമായി ബന്ധപ്പെട്ട് ടൗൺ കേന്ദ്രീകരിക്കുന്ന ഒരു വിഷയം. പിന്നുള്ള കുടിവെള്ള പദ്ധതിയാണ്. ഇത് ജൽജീവൻ മിഷന്റെ കുടിവെള്ള പദ്ധതി എന്ന് പറയുമ്പോൾ അത് എല്ലാ വീടുകളും കുടിവെള്ളം എത്തിക്കണം. സാധാരണക്കാരായിട്ടുള്ള കൂലിപ്പണിക്കാരായിട്ടുള്ള ആൾക്കാർ ഏറ്റവും കൂടുതലുള്ള പ്രദേശമാണ്. അവർക്കെല്ലാവർക്കും അത് ശാശ്വതമായിട്ടുള്ളൊരു കുടിവെള്ളത്തിന്റെ പരിഹാരമാണ്. അതിന്റെ പ്രവർത്തനം മുന്നോട്ട് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം എന്നുള്ളതാണ്. പിന്നെ വീടും സ്ഥലവും ഇല്ലാത്ത എല്ലാവർക്കും വീട്, സ്ഥലവും, കിടപ്പാടം, അതാണ് മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും ലിസ്റ്റിൽ വന്നിട്ടുള്ള എല്ലാവർക്കും തന്നെ ഇപ്പോൾ പുതിയ ഫാമിലി ഉണ്ട്, അവർക്കും ഈ ലിസ്റ്റിൽ ഉണ്ടാകാൻ ഉള്ള അവസരം നഷ്ടപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വീണ്ടും കഴിഞ്ഞ ദിവസം PMAYയുടെ ഒരു സർവേ ഉണ്ടായിരുന്നു. അതിൽ സ്വന്തമായി തന്നെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ചില ആൾക്കാരെ അറിയാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പം വീടും സ്ഥലവും ഇല്ലാത്ത എല്ലാവർക്കും വീട്, സ്ഥലം എന്നുള്ള ഒരു പൂർത്തീകരണം, കുടിവെള്ളം ഇല്ലാത്ത എല്ലാവർക്കും കുടിവെള്ളം, പിന്നെ മാലിന്യം, നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് എല്ലാ ആൾക്കാരും നമ്മുടെ പ്രകൃതിയും ജലവും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുള്ളതാണ്. തീർച്ചയായിട്ടും നിരവധി ഭാവി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വെക്കുന്നത്. എല്ലാ ഭാവി വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. കോട്ടയം ജില്ലയിലെ മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് പങ്കുവച്ചത്. നന്ദി ശ്രീമതി രേഖ. താങ്ക് യു. നമസ്കാരം. എന്റെ പഞ്ചായത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുകയാണ്. കൂടുതൽ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളുമായി തിരിച്ചെത്താം. നമസ്കാരം.